ക്ലേശങ്ങളും ദുഃഖങ്ങളും ജീവിതത്തെ തേച്ചു മിനുക്കാനുള്ളതാണ്, തകർക്കാനുള്ളതല്ല. അതിന് തെളിവ് മഹത്തുക്കളുടെ ജീവിതം തന്നെ. അവരുടെ വാക്കുകളും ജീവിത സന്ദർഭങ്ങളും നമ്മിൽ ആവേശമുണർത്തും, നമ്മിലെ നിരാശ അകറ്റും. ആത്മവിശ്വാസവും പ്രതീക്ഷയും കരുത്തും തൊട്ടുണർത്തുവാൻ ശ്രീ സത്യസായി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ശ്രീ സായിദാസിൻ്റെ നല്ലൊരു നാളെ എന്ന പുസ്തകത്തിൽ നിന്നും. എന്തുകൊണ്ട് എല്ലാവർക്കും ഉന്നത സ്ഥാനങ്ങളിലെത്താൻ കഴിയുന്നില്ല? സുന്ദരി പൂച്ച. പൂച്ചയ്ക്കൊരാഗ്രഹം, കൊട്ടാരത്തിൽ പോകണം, അന്തഃപുരത്തിലെ സിംഹാസനത്തിൽ വിലസുന്ന രാജ്ഞിയെ കാണണം, കൂട്ടുകൂടണം. പൂച്ച ഈ ആഗ്രഹം കൂട്ടുകാരി നാരായണിക്കിളിയെ അറിയിച്ചു. നാരായണിക്കിളി അതിനുള്ള അവസരവും ഒരുക്കി. അങ്ങനെ പൂച്ച കൊട്ടാരത്തിലെത്തി. പടവുകൾ കയറിയപ്പോഴേ സുന്ദരി അത്ഭുതപ്പെട്ടു. ഹായ്, എന്തൊരു കൂറ്റൻ കെട്ടിടം! കൊട്ടാരത്തിനകത്തു ചെന്നപ്പോൾ സ്വർഗലോകത്തിൽ എത്തിയതുപോലെ തോന്നി. ഒടുവിൽ സുന്ദരി അന്തഃപുരത്തിൽ ചെന്നു. രാജ്ഞി സുന്ദരിക്ക് സ്വാഗതമോതി. അപ്പോഴാണ് സിംഹാസനത്തിൻ്റെ പുറകിൽ പമ്മിയിരിക്കുന്ന എലിയെ സുന്ദരിപ്പൂച്ച കണ്ടത്. അവൾ സർവ്വതും മറന്നു. താൻ വന്നതെന്തിനെന്നും മറന്നു. ഒരൊറ്റ ചാട്ടം. പിന്നെ അവിടെ നടന്നത് ഭീകരമായ എലിവേട്ട. ബഹളം മൂത്തപ്പോൾ ഭടന്മാർ സുന്ദരിപ്പൂച്ചയെ തൂക്കി പുറത്തേക്കെറിഞ്ഞു. അപ്പോൾ നാരായണിക്കിളി അരികിലെത്തി ചോദിച്ചു, സുന്ദരി, നീ വന്നത് രാജ്ഞിയെ കാണാനല്ലായിരുന്നോ? പക്ഷേ എലിയെ കണ്ടതോടെ നീ ലക്ഷ്യം മറന്നുപോയി. What is the purpose of life? మీరు క్వశ్చన్ వేసుకో. Put a question yourself. తినటమా? Is it eating? నిద్రించటమా? Is sleeping? లేక ఇంకేమైనా ఆనందంగా అనుభవించటమా? Or is anything mere enjoyment? త్రాగటమా? Drinking? Not this. Not this. खाना पीना सोना मरना. అంతేనా? So drinking and eating and ultimately dying. కట్టేరుడికి చావటమేనా మన యొక్క ఏం? Is it our aim to die ultimately? Purpose of life అంటే తనను తాను తెలుసుకోవటం, అది పర్పస్ ఆఫ్ లైఫ్. The purpose of life is to know one's own self. First question వేసుకో. First put a question yourself. Who am I? Who am I? Who am I? Put a question to yourself. Who am I? ఆ క్వశ్చన్ ను దూరం చేసుకుంటున్నారు. You are away from that question. Who are you? Where did you come from? Who is, what is your name? ఇది అడుగుతున్నారు కానీ who am I? Who am I? ఎవరైనా వేసుకుంటున్నారా క్వశ్చన్? We have forgotten our true identity. We go on questioning, who are you? What's your name? Where do you come from? Do you ever question yourself, who am I? బయట వారు ఏ విధంగా అన్నది who am I? మొట్టమొదటి తనం తాను తెలుసుకోవాలి. Outsiders may say any thousand things, but no, who am I? నీవెవరో నీకు తెలుసుకుంటే అతనెవరో నీకు తెలిసిపోతుంది. If you know yourself, you know the other man. I am man, he is also man. I am man, he is also a man. I am God, he is also God. I am God, he is also God. ఇంత సులభంగా తెలిసిపోతుంది. It's quite easy way. ഇതുതന്നെയാണ് മനുഷ്യനും സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യജന്മം ഉന്നതമായ മൂല്യങ്ങൾ നേടാനുള്ളതാണ്. പക്ഷേ ക്ഷുദ്രസുഖങ്ങൾ കണ്ട് പലരും ലക്ഷ്യം മറക്കുന്നു.